യൂണിറ്റ് 1 അസ്പയർ ടു വിൻ. ഇംഗ്ലീഷ് കോഴ്സ് ബുക്കിലെ ഒന്നാമത്തെ യൂണിറ്റിൽ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ചില സ്റ്റോറികൾ നമുക്ക് പരിചയപ്പെടാം. സ്റ്റോറി ആരംഭിക്കുന്നതിന് മുൻപ് ഒരു തോട്ട് പ്രൊവോക്കിംഗ് ഐഡിയ, അതായത് നമ്മുടെ ചിന്തയെ ഉണർത്തുന്ന രീതിയിലുള്ള ഒരു ആശയം നമുക്കിവിടെ കാണാം. At the end of a game or a sporting event, we usually appreciate the winner or the record breaker. Shouldn't we encourage the losers too? Let's see what happens in this story. ഒരു മത്സരത്തിൻ്റെ അവസാനം സാധാരണയായി നമ്മൾ അഭിനന്ദിക്കാറുള്ളത്, അപ്രീഷിയേറ്റ് ചെയ്യാറുള്ളത് ആ മത്സരത്തിലെ വിന്നറെയാണ്, വിജയിയെയാണ്. അതുമല്ലെങ്കിൽ ആ മത്സരത്തിലൊരു റെക്കോർഡ് ബ്രേക്കർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെയാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, മത്സരത്തിൽ ലൂസേഴ്സ് ആയിട്ടുള്ളവരെയും, അതായത് തോൽക്കുന്ന ആളുകളെയും പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടില്ലേ? അതായത് എൻകറേജ് ചെയ്യേണ്ടതായിട്ടില്ലേ? ഇനി നമുക്ക് ഈ സ്റ്റോറിയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. നൗ ലെറ്റ്സ് ഡിസ്കസ് ദ സ്റ്റോറി ദ റേസ് by Nisha Punjabi. Tarun was a mediocre student. His grades could barely satisfy his parents, and he was not a good singer, dancer, painter, or even an actor. He always thought of himself as the black sheep of the family. His elder brother, who was pursuing a degree in engineering from a reputed college, always made the family proud. But Tarun was never good at anything like that. ഈ സ്റ്റോറിയിലെ ഹീറോ തരുൺ ഒരു മീഡിയോക്കർ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഒരു സാധാരണ ക്വാളിറ്റി മാത്രമുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. അവൻ്റെ പഠനത്തിലെ ഗ്രേഡുകളൊന്നും തന്നെ അവൻ്റെ പേരൻസിനെ സംതൃപ്തിപ്പെടുത്തിയില്ല. രണ്ടാമത്തെ സെൻറ്റൻസിലെ ബയേളി എന്ന വേർഡിന് ഇല്ല എന്ന അർത്ഥമാണ്. തന്നിരിക്കുന്ന സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയാണ് ബയേളി എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. വീണ്ടും തരുണിനെ പറ്റി പറയുന്നതായിട്ട് നമുക്ക് ഈ പാരഗ്രാഫിൽ കാണാം. അവനൊരു സിംഗറോ ഡാൻസറോ പെയിൻറ്ററോ അല്ലെങ്കിൽ ഒരു ആക്ടറോ ഒന്നും ആയിരുന്നില്ല. തരുൺ എല്ലായ്പ്പോഴും അവനെപ്പറ്റി ചിന്തിച്ചത് ആ ഫാമിലിയിലെ ബ്ലാക്ക് ഷീപ്പ് എന്ന പോലെയാണ്. ബ്ലാക്ക് ഷീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ഗ്രേസ്, അപമാനം. എന്നാൽ തരുണിൻ്റെ മൂത്ത സഹോദരനാവട്ടെ ഒരു ഫേമസ് കോളേജിൽ നിന്നും, ഒരു റെപ്യൂട്ടഡ് കോളേജിൽ നിന്നും എൻജിനീയറിംഗ് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ഫാമിലിക്ക് എല്ലായ്പ്പോഴും ഒരു അഭിമാനം തന്നെയായിരുന്നു തരുണിൻ്റെ ഈ എൽഡർ ബ്രദർ. പക്ഷേ തരുൺ തൻ്റെ ബ്രദറിനെ പോലെ ഒരിക്കലും പഠനത്തിൽ അത്രയ്ക്ക് ഗുഡ് ആയിരുന്നില്ല. However, he was blessed with the strength of a great athlete. He was an excellent runner. എന്നിരുന്നാലും തരുൺ വളരെ കരുത്തുറ്റ ഒരു സ്പോർട്സ്മാനായി അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു. അവിശ്വസനീയമായ രീതിയിൽ ഓടാൻ ശേഷിയുള്ള ഒരു കുട്ടിയായിരുന്നു തരുൺ. എക്സലൻ്റ് റണ്ണർ ആയിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. He would run for hours, be it day or night. രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ മണിക്കൂറുകളോളം തരുൺ ഓടിയിരുന്നു. Whenever he felt sad and lonely, he exhausted himself by running, thus releasing all his pent-up emotions. എപ്പോഴൊക്കെയാണോ തരുണിന് വിഷമം തോന്നിയിരുന്നത് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടതായി തോന്നിയിരുന്നത്, അപ്പോഴൊക്കെ തരുൺ സ്വയം ഓടി തളരുമായിരുന്നു, എക്സോസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്രകാരം അവൻ അവൻ്റെ ഉള്ളിൽ കെട്ടിക്കിടന്നിരുന്ന എല്ലാ ദുഃഖത്തെയും എല്ലാ പെൻഡപ്പ് ഇമോഷൻസിനെയും റിലീസ് ചെയ്യുമായിരുന്നു. At times he would miss his school bus and would then run to school, which was 5 miles away from his home. ചില ദിവസങ്ങളിലൊക്കെ സ്കൂൾ ബസ് അവന് മിസ് ചെയ്യുമായിരുന്നു. ആ ദിവസങ്ങളിലൊക്കെ അവൻ സ്കൂളിലേക്ക് ഓടിയിട്ടാണ് പോയിരുന്നത്. വീട്ടിൽ നിന്ന് ഏകദേശം 5 മൈൽസ് അകലത്തിലാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. He just had one dream, to become the fastest runner in the world.
തരുണിന് ജീവിതത്തിൽ ഒരൊറ്റ സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വേൾഡിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് റണ്ണർ ആയിത്തീരുക എന്നുള്ളതായിരുന്നു ആ സ്വപ്നം. തരുൺ ഡിഡ് നോട്ട് നോ ഹൗ ടു അച്ചീവ് ഹിസ് ഡ്രീം. ആ സ്വപ്നം എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതിനെപ്പറ്റി തരുണിന് യാതൊരുവിധ ഐഡിയയുമില്ല. ഓൺ ദ വൺ ഹാൻഡ്, ഹിസ് പാരൻസ് ഹേറ്റഡ് ഹിസ് റണ്ണിങ് ആൻഡ് വാണ്ടഡ് ഹിം ടു കോൺസെൻട്രേറ്റ് മോർ ഓൺ ഹിസ് സ്റ്റഡീസ്, വിച്ച് ഹി നെവർ ഡിഡ്. ഒരു വശത്ത് തൻ്റെ ഓട്ടത്തെ ഇഷ്ടപ്പെടാത്ത പാരൻസ്, അതുമാത്രമല്ല അവരാഗ്രഹിക്കുന്നത് തരുൺ കൂടുതലും പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുള്ളതാണ്. പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളത് തരുൺ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടുമില്ല. ഓൺ ദ അതർ ഹാൻഡ്, he belonged to a middle class family, and Tarun knew that to achieve his dream he needed an intensive training, the amount for which was well beyond his family's reach. മറ്റൊരു വശമെന്ന് പറയുന്നത് തരുണിൻ്റേത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, ഒരു സമ്പന്ന കുടുംബമല്ല. ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ്, ഒരു തീവ്ര പരിശീലനം ലഭിച്ചാൽ മാത്രമേ തൻ്റെ സ്വപ്നം അച്ചീവ് ചെയ്യാൻ സാധിക്കൂ എന്നുള്ള കാര്യം തരുണിന് നന്നായിട്ടറിയാം. അതിന് വഹിക്കേണ്ടി വരുന്ന ചിലവ്, എമൗണ്ട് തൻ്റെ ഫാമിലിക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നതുമല്ല, അതും വ്യക്തമായി തരുണിന് അറിയാവുന്നതാണ്. When Tarun failed in his terminal examinations, his father was very angry with him. ടേം എക്സാമിൽ ഫെയിലായപ്പോൾ തരുണിൻ്റെ ഫാദർ അവനോട് ശരിക്കും ദേഷ്യപ്പെട്ടു. ഹിസ് ഫ്രണ്ട്സ് ടു മെയ്ഡ് ഫൺ ഓഫ് ഹിം. അവൻ്റെ സുഹൃത്തുക്കളും അവനെ പരിഹസിച്ചു, അവനെ കളിയാക്കി. ഇറ്റ് വാസ് എ ഡേ ഹി വാണ്ടഡ് ടു വൈപ്പ് ഔട്ട് ഫ്രം ഹിസ് മെമ്മറി ആൻഡ് സോ ഹി ടുക്ക് ടു റണ്ണിങ്. തൻ്റെ ഓർമ്മയിൽ നിന്നും വൈപ്പ് ഔട്ട് ചെയ്യാൻ ആഗ്രഹിച്ച ഒരു ദിവസമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവൻ ഓടാൻ തുടങ്ങി. ഹി ടുക്ക് ടു റണ്ണിങ്. He ran all around the park. The sun beat down to check his rage, but nothing could stop Tarun. അവൻ ആ പാർക്കിന് ചുറ്റും ഓടി. അവൻ്റെ റേജ്, അവൻ്റെ കോപം എത്രമാത്രമുണ്ടെന്നറിയാൻ സൂര്യനും ശക്തിയായ രീതിയിൽ ഇങ്ങനെ അടിക്കുന്നുണ്ട്. ആ ശക്തമായിട്ടുള്ള ചൂടിന് പോലും അവനെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചില്ല. After about an hour, he was fully exhausted and his fury having subsided, he threw himself on a bench and started panting heavily. 1 മണിക്കൂറോളം ഓടിയ ശേഷം അവൻ കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡായി, അവശനായി തീർന്നു. അവൻ്റെ ഫ്യൂറി, അവൻ്റെ ദേഷ്യം, ഹാവിങ് സബ്സൈഡഡ്, ശമിക്കാനായിട്ട് തുടങ്ങി, കുറഞ്ഞു വരാനായിട്ട് തുടങ്ങി. അവൻ ആ പാർക്കിലെ ഒരു ബെഞ്ചിലിരുന്നു കൊണ്ട് ശക്തമായിട്ട് ഇങ്ങനെ പാൻറ് ചെയ്യാൻ തുടങ്ങി, കിതയ്ക്കാനായിട്ട് തുടങ്ങി. സഡൻലി he heard a voice at his elbow. What is it, son? പെട്ടെന്ന് തരുൺ ഒരു വോയിസ് കേട്ടു. മോനെ, എന്താ ഇത്? തരുൺ turned to his left and there sat a man of about 60. ഈ ശബ്ദം കേട്ട ഇടതു ഭാഗത്തേക്ക് തരുൺ തിരിഞ്ഞു. അപ്പോൾ അവിടെ ഒരു 60 വയസ്സ് ഏകദേശം തോന്നിക്കുന്ന ഒരാൾ ഇരിക്കുന്നുണ്ട്. I failed in 2 subjects, he replied in a depressed tone. വളരെ നിരാശ നിറഞ്ഞ സ്വരത്തിൽ തരുൺ മറുപടി പറഞ്ഞു, 2 വിഷയത്തിൽ ഞാൻ തോറ്റുപോയി എന്ന്. The man smiled sympathetically and said, Life is full of ups and downs. Life is full of ups and downs, my boy. By the way, I'm Ram Narayan and you are one of the best runners I have ever seen. തരുണിൻ്റെ മറുപടി കേട്ട ശേഷം അദ്ദേഹം സഹതാപപൂർവം ഒന്ന് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. ജീവിതം എന്ന് പറയുന്നത് ഉയർച്ചയും താഴ്ചയും എല്ലാം ഉൾപ്പെടുന്നതാണ്. എന്നിട്ട് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി, ബൈ ദ വേ, അതൊക്കെ പോട്ടെ, ആം രാം നാരായൺ, എൻ്റെ പേര് രാം നാരായൺ എന്നാണ്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കൂട്ടിച്ചേർത്തു, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് റണ്ണേഴ്സിലെ ഒരാളാണ് നീ എന്ന്. രാം നാരായൺ? Ram Narayan? Are you the same Ram Narayan who won an Olympic medal in the 400-meter race in the 1960s? Tarun could not hide his excitement. തൻ്റെ ആവേശം, അതായത് തൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഹൈഡ് ചെയ്യാൻ, മറച്ചു വയ്ക്കാൻ തരുണിന് സാധിച്ചില്ല. തരുൺ ഇങ്ങനെ ചോദിച്ചു, 1960കളിൽ 400 മീറ്റർ റേസിൽ
ഒളിമ്പിക് മെഡൽ നേടിയ ആ രാംനാരായൺ തന്നെയാണോ ഇത്? യെസ്, പാറ്റ് കെയിം ദ റിപ്ലൈ. തരുൺ വാസ് ഡാസിൽഡ്. വളരെ വേഗത്തിൽ തന്നെ യെസ് എന്നുള്ള മറുപടി വന്നു. പാറ്റ് എന്ന് വെച്ചാൽ ഇൻസ്റ്റൻ്റ്ലി, വളരെ വേഗത്തിൽ. ഇത് കേട്ടപ്പോൾ തരുൺ ഡാസിൽഡായി, ആവേശഭരിതനായി മാറി. സൺ, ഐ ഹാവ് ബീൻ വാച്ചിങ് യു ഫോർ ദ പാസ്റ്റ് 45 minutes, കണ്ടിന്യൂഡ് രാംനാരായൺ, ആൻഡ് ഐ സീ എ ഗുഡ് ഫ്യൂച്ചർ ഇൻ യു. രാംനാരായൺ തുടർന്നു, മോനെ, കഴിഞ്ഞ 45 മിനിറ്റായി നിന്റെ ഓട്ടം ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിന്നിലൊരു നല്ല ഫ്യൂച്ചർ കാണാൻ സാധിക്കുന്നുണ്ട്. തരുൺ കുഡ് നോട്ട് ഹെൽപ്പ് ബട്ട് ബ്ലഷ്. തരുണിന് തൻ്റെ ആ അമ്പരപ്പ്, ആ ബ്ലഷ്, ആ എംബാരസ്മെൻറ്റ്, അത് തടയാനായിട്ട് സാധിച്ചില്ല. അവൻ ശരിക്കും അങ്ങോട്ട് അമ്പരന്ന് പോയി. ഓൾ യു നീഡ് ടു ഡു ഈസ് കീപ് ദാറ്റ് പാഷൻ ബേണിംഗ് ഇൻ യു ആൻഡ് നെവർ ഗിവ് അപ്പ്. ഹാവ് യു ജോയിൻഡ് സം ട്രെയിനിങ് സ്കൂൾ? ദ മാൻ എൻക്വയർഡ്. നിന്നിൽ ജ്വലിക്കുന്ന ആ ആഗ്രഹത്തെ നീ എന്നും നിലനിർത്തണം. അതാണ് നീ ചെയ്യേണ്ടത്. എന്നിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ അന്വേഷിച്ചു, ഏതെങ്കിലും ട്രെയിനിങ് സ്കൂളിൽ നീ ജോയിൻ ചെയ്തിട്ടുണ്ടോ? തരുൺ സ്മൈൽ ഫെയ്ഡഡ് ആൻഡ് ഹി സീംഡ് ഡിസ്ട്രോട്ട്. എ ട്രെയിനിങ് സ്കൂൾ ഈസ് വെരി എക്സ്പെൻസീവ് സർ, ആൻഡ് ഐ എം അൺഎംപ്ലോയിഡ്, സെഡ് തരുൺ, ഫീലിംഗ് ഹാപ്പി ദാറ്റ് ഹി കുഡ് ജോക്ക് ഈവൺ ഇൻ ദീസ് സർക്കംസ്റ്റാൻസസ്. ഇത് കേട്ടപ്പോൾ തരുണിൻ്റെ പുഞ്ചിരി അങ്ങോട്ട് ഫെയ്ഡായി, മങ്ങിപ്പോയി. ആൻഡ് സീംഡ് ഡിസ്ട്രോട്ട്. അവൻ ആകെ വറീഡായിട്ട് കാണപ്പെട്ടു, വിഷമിക്കുന്ന പോലെ കാണപ്പെട്ടു. എന്നിട്ട് അവൻ പറഞ്ഞു, ഒരു ട്രെയിനിങ് സ്കൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചിലവേറിയതാണ്, വെരി എക്സ്പെൻസീവാണ്. സാർ, അത് മാത്രമല്ല, ഞാനാണെങ്കിൽ അൺഎംപ്ലോയിഡും ആണ്, അതായത് എനിക്ക് ജോലിയുമില്ല. ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിലും ഇത്തരം സർക്കംസ്റ്റാൻസുകളിലും തമാശ പറയാനുള്ള അവൻ്റെ ആ ഒരു കഴിവ്, അതിലവൻ സ്വയം ഒന്ന് സന്തോഷിച്ചു. ബട്ട് രാംനാരായൺ സീംഡ് പ്രിറ്റി സീരിയസ്. ഐ വിൽ ട്രെയിൻ യു ഇഫ് യു വാണ്ട്, ബട്ട് ഐ പുട്ട് ഫോർവേഡ് എ കണ്ടീഷൻ. പക്ഷേ തരുണൊരു തമാശ പോലെ പറഞ്ഞെങ്കിലും രാംനാരായൺ ഇപ്പോഴും പ്രിറ്റി സീരിയസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതായത് വളരെ ഗൗരവമേറിയ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യാം, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. വാട്ട് ഈസ് യുവർ കണ്ടീഷൻ? തരുൺസ് വോയിസ് ഷോവ്ഡ് ക്യൂരിയോസിറ്റി ആൻഡ് ആങ്സൈറ്റി. തരുണിൻ്റെ ശബ്ദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം തരുണിന് അത് എന്താണെന്നറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ടെന്ന്, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെന്ന്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ ഭയവും ഒരു ആങ്സൈറ്റിയും. There is a race on Children's Day at the Nehru Stadium. Children of your age are competing there. If you participate and win that race, I promise I will start training you, said Ramnarayan. നെഹ്റു സ്റ്റേഡിയത്തിൽ ചിൽഡ്രൻസ് ഡേയുടെ അന്ന് ഒരു മത്സരം നടക്കുന്നുണ്ട്. നിൻ്റെ ഏജിലുള്ള കുട്ടികളാണ് അവിടെ കോമ്പീറ്റ് ചെയ്യുന്നത്, മത്സരിക്കുന്നത്. നീ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്, അതായത് പങ്കെടുത്ത് അതിൽ വിൻ ചെയ്യുകയാണെങ്കിൽ, വിജയിക്കുകയാണെങ്കിൽ, ഞാൻ പ്രോമിസ് ചെയ്യുന്നു നിന്നെ പരിശീലിപ്പിക്കാമെന്ന്, നിന്നെ ട്രെയിൻ ചെയ്യിക്കാമെന്ന്. ഇപ്രകാരം രാംനാരായൺ പറഞ്ഞു. ദാറ്റ് ഈസ് നോ ബിഗ് ഡീൽ, ഐ ക്യാൻ ഡു ഇറ്റ്, കാണ്ട് ഐ? തോട്ട് തരുൺ. ഐ വിൽ സർ, ഹി ഹേർഡ് ഹിംസെൽഫ് സേയിങ് വിത്ത് കംപ്ലീറ്റ് കൺവിക്ഷൻ. ഇത് കേട്ടപ്പോൾ തരുൺ ചിന്തിച്ചു, അത് അത്ര വലിയൊരു ഡീലൊന്നുമല്ല, എനിക്കത് ചെയ്യാനായിട്ട് സാധിക്കും, ഐ ക്യാൻ ഡു ഇറ്റ്, കണ്ടായി, എനിക്ക് പറ്റില്ലേ? എന്നിട്ട് കംപ്ലീറ്റ് കൺവിക്ഷനോട് കൂടെ, ഉറച്ച വിശ്വാസത്തോടു കൂടെ സ്വയം പറയുന്ന പോലെ തരുൺ കേട്ടു, ഐ വിൽ സർ, ഞാൻ തീർച്ചയായും അത് നേടും സർ എന്നുള്ള രീതിയിൽ. ഫൈൻ ബോയ്, ഇറ്റ് ഈസ് മൈ ജോബ് ടു ഗെറ്റ് യു എൻട്രി ഇൻ ദ റേസ് ആൻഡ് റിമെമ്പർ യുവേഴ്സ് ടു വിൻ ഇറ്റ്. ടെൽ മീ വാട്ട് ഈസ് യുവർ നെയിം, ആസ്ക്ഡ് രാംനാരായൺ. ആ കുട്ടിയുടെ ആത്മവിശ്വാസത്തെ രാംനാരായൺ അപ്രീഷിയേറ്റ് ചെയ്തു, ഫൈൻ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഈ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള എൻട്രി ശരിയാക്കി തരിക എന്നുള്ളതാണ് എൻ്റെ ജോലി, അതിൽ ജയിക്കുക എന്നുള്ളത് നിൻ്റെയും. പറയൂ, നിൻ്റെ പേരെന്താണ്? തരുൺ കപൂർ സർ. ആ കുട്ടി പേര് പറഞ്ഞു. തരുൺ, ഐ വിൽ മീറ്റ് യു ഹിയർ ആഫ്റ്റർ 5 days to give you your participation card.
All the best, said Ramnarayan and left. രാംനാരായൺ ആ കുട്ടിയോട് പറഞ്ഞു, 5 ദിവസങ്ങൾക്ക് ശേഷം ഇവിടെ വെച്ച് ഞാൻ നിന്നെ മീറ്റ് ചെയ്യും. എന്നിട്ട് നിനക്ക് ആ പാർട്ടിസിപ്പേഷൻ കാർഡ് തരും, മത്സരത്തിൽ പങ്കെടുക്കാൻ ആവശ്യമായിട്ടുള്ള. ആ കുട്ടിയെ ഓൾ ദ ബെസ്റ്റ് എന്ന് വിഷ് ചെയ്തുകൊണ്ട് രാംനാരായൺ അവിടുന്ന് പോയി. ഓൺ ദ വേ ഹോം, തരുൺ തോട്ട് ദാറ്റ് if his father had not scolded him, he would not have got this opportunity. വീട്ടിലേക്ക് പോകുമ്പോൾ തരുൺ ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ, സ്കോൾഡ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കൊരു പക്ഷേ ഈ അവസരം കിട്ടില്ലായിരുന്നു, ഈ ഓപ്പർച്യൂണിറ്റി ലഭിക്കില്ലായിരുന്നു. The next day brought a new ray of hope. Tarun got up early, had milk, and before his mother could finish her query on what he was up to, he ran out and went to the Nehru Stadium to check the details of the race. He was very happy indeed. തൊട്ടടുത്ത ദിവസം തരുണിനെ സംബന്ധിച്ച് പ്രത്യാശയുളവാക്കുന്നതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എ ന്യൂ റേ ഓഫ് ഹോപ്പ് എന്നാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. തരുൺ അന്ന് നേരത്തെ എഴുന്നേറ്റു, പാല് കുടിച്ചു. അമ്മ എന്തെങ്കിലും ക്വയറി നടത്തുന്നതിന് മുൻപ്, അന്വേഷണം നടത്തുന്നതിന് മുൻപ് തന്നെ പുറത്തേക്കിറങ്ങി. എന്നിട്ട് നേരെ പോയത് നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് റേസിൻ്റെ ഡീറ്റെയിൽസ് പരിശോധിക്കാൻ വേണ്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ തരുൺ വളരെ സന്തോഷവാനായിരുന്നു, വെരി ഹാപ്പി ആയിരുന്നു. തരുൺ സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് zealously. Every day he would get up at 4 in the morning and run up to 10 miles. തരുൺ വളരെ എനർജറ്റിക് ആയിട്ട് പരിശീലനം ആരംഭിച്ചു. എനർജറ്റിക് എന്നുള്ളതിന് പകരമാണ് ഇവിടെ zealously എന്നുള്ള വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് തന്നെ തരുൺ എഴുന്നേറ്റിരുന്നു. 10 മൈലോളം അവൻ ഓടുകയും ചെയ്തു. In the evenings, he would time himself according to the 1000-meter distance prescribed by the competition. He wanted everything to be perfect. ഈവനിങ് ടൈമിൽ തരുൺ ചെയ്തതെന്താണെന്ന് വെച്ചാൽ, ഒരു മത്സരത്തിൽ 1000 മീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എത്ര ടൈമാണോ വേണ്ടിയിരുന്നത് ആ സമയത്തെ അനുയോജ്യമാക്കുന്ന രീതിയിൽ പരിശീലിച്ചു. എന്ത് കാര്യം ചെയ്യുമ്പോഴും പെർഫെക്റ്റ് ആയി തീരാൻ തരുൺ ആഗ്രഹിച്ചിരുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഇറ്റ് വാസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ് ലൈഫ് ദാറ്റ് ഹി വാസ് ഡിമാൻഡിങ് സച്ച് പെർഫെക്ഷൻ ഇൻ തിങ്സ് ഹി ഡിഡ്, ഹി തോട്ട്. ചെയ്യുന്ന കാര്യത്തിലൊക്കെ പെർഫെക്ഷൻ തരുൺ ഡിമാൻഡ് ചെയ്യുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണെന്ന് തരുൺ തന്നെ ചിന്തിച്ചു. ഹി ഓൾസോ വാണ്ടഡ് സംവൺ ടു ബാക്ക് ഹിം അപ്പ് ആൻഡ് സോ ഹി ടോൾഡ് എവറിത്തിങ് ടു ഹിസ് മദർ. തന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ ഉണ്ടാകണമെന്നും തരുൺ ആഗ്രഹിച്ചു. ബാക്ക് ഹിം അപ്പ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക, അവനെ സപ്പോർട്ട് ചെയ്യുക. അതുകൊണ്ട് എല്ലാ കാര്യവും അമ്മയോട് അവൻ തുറന്നു പറഞ്ഞു. തരുൺ പ്രാക്ടീസ്ഡ് വിഗറസ്ലി ഫോർ 5 days and then promptly met Ramnarayan to collect his participation card. He gazed at the piece of paper on which his name had been printed boldly. It meant so much to him. 5 ദിവസം തരുൺ വിഗറസ്ലി പ്രാക്ടീസ് ചെയ്തു, വളരെ എനർജറ്റിക്കായി തന്നെ പരിശീലിച്ചു. എന്നിട്ട് പാർട്ടിസിപ്പേഷൻ കാർഡ് കളക്ട് ചെയ്യുന്നതിനായി രാംനാരായണനെ മീറ്റ് ചെയ്തു. ആ പാർട്ടിസിപ്പേഷൻ കാർഡിൽ, ആ പേപ്പറിൽ തൻ്റെ പേര് പ്രിൻ്റ് ചെയ്തത് തരുൺ ഗെയ്സ് ചെയ്ത് നിന്നു, തുറച്ചു നോക്കി നിന്നു. തൻ്റെ പേര് പ്രിൻ്റ് ചെയ്തിട്ടുള്ള ആ പേപ്പർ ഒരുപാട് അർത്ഥ തലങ്ങളിലേക്ക് തരുണിനെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് മെൻറ്റ് സോ മച്ച് ടു ഹിം. അവനെ സംബന്ധിച്ച് അത് ഒരുപാട് വലുതാണ്. ആ രീതിയിലാണ് ഇവിടെ ആ സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത്. However hard, I must win this race, thought he. തരുൺ ഇങ്ങനെ ചിന്തിച്ചു, എത്ര ഹാർഡായാലും വേണ്ടില്ല, എത്ര കഠിനമായിട്ടുള്ള കാര്യമായാലും വേണ്ടില്ല, I must win this race. ഞാൻ ഈ മത്സരം വിജയിക്കുക തന്നെ ചെയ്യും. He wanted to show his father that he was not really the black sheep of the family and that he could be good at something at least. തൻ്റെ കുടുംബത്തിന് താനൊരു ബ്ലാക്ക് ഷീപ്പ് അല്ല, അതായത് ഒരു അപമാനമല്ല എന്ന് തൻ്റെ ഫാദറിന് കാണിച്ചു കൊടുക്കാൻ തരുൺ ആഗ്രഹിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഒരു ചെറിയ കാര്യമെങ്കിലും എന്നെക്കൊണ്ട് സാധിക്കുമെന്നത് കാണിച്ചു കൊടുക്കാനും തരുൺ ആഗ്രഹിച്ചിരുന്നു. ഇറ്റ് വാസ് 14th November.
Bowing low for the blessings of his mother, Tarun pedaled away to the stadium. There was a huge crowd waiting to go inside. അങ്ങനെ നവംബർ 14 ചിൽഡ്രൻസ് ഡേയുടെ അന്ന് ബോയിങ് ലോ ഫോർ ദ ബ്ലെസ്സിങ്സ് ഓഫ് ഹിസ് മദർ, അമ്മയുടെ ബ്ലെസ്സിങ്സിന് വേണ്ടി തല കുനിച്ചുകൊണ്ട് അതിനുശേഷം തരുൺ പെഡൽഡ് അവേ ടു ദ സ്റ്റേഡിയം, നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് സൈക്കിളിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഒരു വലിയ ക്രൗഡ്, ഒരു വലിയ ജനക്കൂട്ടം അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. തരുൺ entered the office where a signboard read participants only, with his heart beating faster every second. പാർട്ടിസിപ്പൻസ് ഓൺലി എന്ന സൈൻ ബോർഡ് ഉള്ള ഓഫീസിലേക്ക് തരുൺ എൻ്റർ ചെയ്തു, പ്രവേശിച്ചു. പ്രവേശിക്കുന്ന സമയത്ത് അവൻ്റെ ഹാർട്ട് സാധാരണ അടിക്കുന്നതിനേക്കാൾ ഒരുപാട് ഫാസ്റ്ററായിട്ടാണ് ഓരോ സെക്കൻഡിലും അടിച്ചിരുന്നത്. ഇൻസൈഡ് there were about 50 participants waiting for the race to begin. അകത്താണെങ്കിലോ ഏകദേശം 50ഓളം മത്സരാർത്ഥികൾ മത്സരം തുടങ്ങുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. He felt someone patting him on the shoulders. "Hello Tarun." It was Ram Narayan. "All the best," he said affectionately. വളരെ ടെൻസ്ഡായി നിൽക്കുന്ന തരുണിൻ്റെ ഷോൾഡേഴ്സിൽ ആരോ ഒരാൾ മെല്ലെ അങ്ങനെ സ്പർശിച്ചു, പാറ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, "ഹലോ തരുൺ." നോക്കുമ്പോൾ അത് രാംനാരായണനായിരുന്നു. വളരെ സ്നേഹപൂർവ്വം രാംനാരായൺ തരുണിനെ വിഷ് ചെയ്തു, "ഓൾ ദ ബെസ്റ്റ്" എന്ന് പറഞ്ഞുകൊണ്ട്. തരുൺ സ്മൈൽഡ് അറ്റ് ഹിം ബട്ട് ഡിഡ് നോട്ട് സേ എ വേർഡ്. ഫിയർ ഹാഡ് ഗ്രിപ്ഡ് ഹിം ഫ്രം ഹെഡ് ടു ഫുട്ട്. തരുൺ രാംനാരായണനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു, പക്ഷേ ഒരു വാക്ക് പോലും അവൻ പറഞ്ഞില്ല. കാരണം ഫിയർ ഹാഡ് ഗ്രിപ്ഡ് ഹിം ഫ്രം ഹെഡ് ടു ഫുട്ട്. ഭയം അവനെ ശരിക്ക് ഗ്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ ശരീരമാസകലം, അതായത് ഫ്രം ഹെഡ് ടു ഫുട്ട്. ഓൾ ദ പാർട്ടിസിപ്പൻസ് ലൈൻഡ് അപ്പ്. എല്ലാ മത്സരാർത്ഥികളും ലൈനപ്പ് ചെയ്തു. എവ്രി ഫേസ് ഗ്ലിറ്റേർഡ് വിത്ത് ദ ഹോപ്പ് ഓഫ് വിന്നിങ് ദ റേസ്. എല്ലാ മത്സരാർത്ഥികളുടെ മുഖവും ഇങ്ങനെ ഗ്ലിറ്റർ ചെയ്തിരുന്നു, തിളങ്ങിയിരുന്നു, മത്സരത്തിൽ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ. ഈച്ച് വൺ ഓഫ് ദം ഹാഡ് ഹിസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഇൻ ദ സ്റ്റാൻഡ്സ് ടു ചിയർ ഫോർ ഹിം. എല്ലാ മത്സരാർത്ഥികളുടെയും ഫാമിലിയും ഫ്രണ്ട്സും ആ സ്റ്റാൻഡ്സിലുണ്ടായിരുന്നു, ആ ഗാലറിയിലുണ്ടായിരുന്നു, അവരെ ചിയർ ചെയ്യാൻ വേണ്ടി, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ടു ഹിസ് അമേസ്മെൻറ്റ് തരുൺ കോട്ട് സൈറ്റ് ഓഫ് ഹിസ് മദർ ഇൻ ദ സ്റ്റാൻഡ്സ്. ശരിക്കും തരുണിനെ അമേസ് ചെയ്യിച്ചുകൊണ്ട്, അമ്പരപ്പിച്ചുകൊണ്ട് തരുണിൻ്റെ അമ്മയും ആ സ്റ്റാൻഡ്സിൽ, ആ ഗാലറിയിൽ ഇരിക്കുന്നത് തരുൺ കണ്ടു. ദ ഫിയർ ഇൻ ഹിസ് ഐസ് ഗേവ് വേ ടു കോൺഫിഡൻസ്. അമ്മയെ കണ്ടപ്പോൾ അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന പേടി കോൺഫിഡൻസായി മാറി, ആത്മവിശ്വാസത്തിലേക്ക് ഡൈവേർട്ട് ചെയ്തു. The whistle blew and all the participants started off with all their might. വിസിലടിച്ചു. എല്ലാ പാർട്ടിസിപ്പൻസും അവരുടെ എല്ലാ പവറും ഉപയോഗിച്ച്, മൈറ്റും ഉപയോഗിച്ച് ഓട്ടം സ്റ്റാർട്ട് ചെയ്തു. They were all determined to be the winner of the race. എല്ലാവരും തന്നെ വെൽ ഡിറ്റർമിൻഡ് ആയിരുന്നു, തീരുമാനിച്ചുറപ്പിച്ചവരായിരുന്നു മത്സരത്തിൽ വിന്നറാകും എന്നുള്ളത്. In the lead was the fastest of them all, തരുൺ. മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും വേഗത്തിൽ എല്ലാവരെയും കവച്ചു വെച്ചുകൊണ്ട് തരുണായിരുന്നു. സീയിങ് ഹിംസെൽഫ് എഹെഡ് ഓഫ് എവ്രിബഡി, തരുൺ ഫെൽറ്റ് വെരി പ്രൗഡ് ഓഫ് ഹിംസെൽഫ്. എല്ലാവരുടെയും മുന്നിൽ താനാണെന്ന് സ്വയം കണ്ടപ്പോൾ തരുണിന് ശരിക്കും അഭിമാനം തോന്നി തന്നെപ്പറ്റി. ഹി ഫെൽറ്റ് വെരി പ്രൗഡ് ഓഫ് ഹിംസെൽഫ്. ഓൺ ദ ട്രാക്ക് ദർ വാസ് എ ഷാലോ പാത്ത്. ആസ് ഹി വാസ് റണ്ണിങ് ഫാസ്റ്റ് തരുൺ ഡിഡ് നോട്ട് നോട്ടീസ് ദാറ്റ് ആൻഡ് ഹി സ്ലിപ്ഡ്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രാക്കിൽ ഒരു ചെറിയ കുഴിയുണ്ടായിരുന്നു. അവനത് നോട്ടീസ് ചെയ്തില്ല, ശ്രദ്ധിച്ചില്ല. അറിയാതെ സ്ലിപ്പായി അവൻ വീണു. ബ്രീത്തിങ് ഫാസ്റ്റ് ഹി സോ ദ അതർ കിഡ്സ് ഗോയിങ് പാസ്റ്റ് ഹിം. വേഗത്തിൽ ശ്വാസം എടുത്തുകൊണ്ട് അവൻ നോക്കുമ്പോൾ കണ്ടു എല്ലാ കുട്ടികളും അവനെ പിന്നിലാക്കി മുന്നേറുന്നത്. ഹി കുഡ് നോട്ട് ബി എ ലൂസർ ടുഡേ ആൻഡ് സോ വിതൗട്ട് വേസ്റ്റിംഗ് എ സെക്കൻഡ് he got up to run once more. ഇന്ന് ഞാൻ ഒരു ലൂസറാവാൻ പാടില്ല, ഇന്ന് ഞാൻ തോൽക്കാൻ പാടില്ല. ഒരു നിമിഷം പോലും വേസ്റ്റ് ചെയ്യാതെ അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് വീണ്ടും ഓടാനായി തുടങ്ങി. ബീയിങ് ക്യുക്ക്, തരുൺ ഓവർടുക്ക് എ ഫ്യൂ കിഡ്സ് എഹെഡ് ഓഫ് ഹിം. വേഗത്തിൽ മുന്നേറിക്കൊണ്ട്
തൻ്റെ മുൻപിലുണ്ടായിരുന്ന കുറച്ച് കുട്ടികളെ തരുൺ ഓവർടേക്ക് ചെയ്തു. ബട്ട് ആസ് ഫെയ്റ്റ് ഹാഡ് ഇറ്റ് ഹി സ്ലിപ്ഡ് വൺസ് അഗൈൻ. പക്ഷേ വിധി എന്ന് പറയട്ടെ, തരുൺ ഒരിക്കൽ കൂടി അതാ സ്ലിപ്പാവുന്നു. വാട്ട് വാസ് ഹാപ്പനിങ് ടു ഹിം? ഹി കുഡ് നോട്ട് ബെയർ ഇറ്റ്. He looked into the crowd and saw his mother. She was saying something to him. Get up, son, get up and run. എന്താണ് തരുണിന് സംഭവിച്ചത്? ഹി കുഡ് നോട്ട് ബെയർ ഇറ്റ്. അവനത് ബെയർ ചെയ്യാൻ സാധിച്ചില്ല, സഹിക്കാൻ പറ്റിയില്ല. അവൻ ആൾക്കൂട്ടത്തിനിടയിലേക്ക് നോക്കി. അപ്പോൾ അമ്മ അവിടെ ഇരിക്കുന്നത് കണ്ടു. അമ്മ ആ കൂട്ടത്തിലിരുന്നു കൊണ്ട് എന്തോ പറയുന്നുണ്ടായിരുന്നു. ഗെറ്റ് അപ്പ് സൺ, ഗെറ്റ് അപ്പ് ആൻഡ് റൺ. എഴുന്നേൽക്ക് മോനെ, എഴുന്നേറ്റ് ഓട് എന്നായിരുന്നു അമ്മ പറയുന്നുണ്ടായിരുന്നത്. തരുൺ ഗോട്ട് അപ്പ് വൺസ് അഗൈൻ. തരുൺ ഒരിക്കൽ കൂടി എഴുന്നേറ്റു. ഹി വാസ് എമംഗ് ദ ലാസ്റ്റ് ഫ്യൂ. അവസാനം ഓടിയിരുന്നവരുടെ കൂട്ടത്തിലായിരുന്നു ഇപ്പോൾ തരുൺ. ബട്ട് ഹി ഡിഡ് നോട്ട് ഗിവ് അപ്പ്. അവസാനം ഓടുന്ന കൂട്ടത്തിലാണെങ്കിൽ പോലും അവൻ അത് ഗിവ് അപ്പ് ചെയ്തില്ല, ആ മത്സരം ഉപേക്ഷിച്ചില്ല. വൺസ് മോർ ഹി ഓവർടുക്ക് സം ചിൽഡ്രൻ. ഒരിക്കൽ കൂടി അവൻ കുറച്ച് കുട്ടികളെ ഓവർടേക്ക് ചെയ്ത് മുന്നേറി. സിൻസ് ഹി വാസ് ഫ്രൈറ്റിംഗ് എ ലിറ്റിൽ ടു മച്ച് ഹി ഫെൽ എ തേർഡ് ടൈം. കുറച്ചധികം ഫ്രെറ്റിങ്ങോട് കൂടെ തന്നെ ഓടുന്നത് കൊണ്ട്, വിഷമത്തോടു കൂടെ തന്നെ വറി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ തരുൺ മൂന്നാമതും വീഴുന്നതായിട്ട് നമുക്ക് കാണാം. ടിയേഴ്സ് വർ റോളിംഗ് ഡൗൺ ഹിസ് ചീക്സ്. അവൻ്റെ കവിളിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകി വീഴുകയായിരുന്നു. ഹൗ വിൽ ഹി ഗെറ്റ് ഇൻ ടു രാംനാരായൺസ് ട്രെയിനിങ് നൗ? ഇനി എങ്ങനെയാണ് എനിക്ക് രാംനാരായണൻ്റെ ട്രെയിനിങ് ലഭിക്കുക? ഹൗ വിൽ ഹി പ്രൂവ് ടു ഹിസ് പാരൻസ് ദാറ്റ് ഹി വാസ് ടാലൻറ്റഡ്? എങ്ങനെയാണ് തൻ്റെ പാരൻസിന് ഞാൻ ടാലൻറ്റഡ് ആണെന്നുള്ളത് തെളിയിച്ചു കൊടുക്കുക? ഹി വാസ് ദ ലാസ്റ്റ് കിഡ് ഓൺ ദ ട്രാക്ക് നൗ. ഇപ്പോൾ ആ ട്രാക്കിലെ അവസാനത്തെ മത്സരാർത്ഥിയാണ്, ഓടിക്കൊണ്ടിരിക്കുന്ന ആളാണ് നമ്മുടെ തരുൺ. ഹി ടേൺഡ് ഹിസ് ഐസ് ടുവാർഡ്സ് ദ സ്റ്റാൻഡ്സ്. അവൻ ആ ഗാലറിയിലേക്ക് കണ്ണുകൾ തിരിച്ചിങ്ങനെ നോക്കി നിന്നു. ദെൻ ഹി ഹേർഡ് രാംനാരായൺ സ്ക്രീമിംഗ് ഫ്രം സംവെയർ. കം ഓൺ തരുൺ, റൺ. അവൻ ഗാലറിയിലേക്ക് നോക്കിയപ്പോൾ രാംനാരായൺ എവിടെയോ നിന്ന് ഇങ്ങനെ അലറി വിളിക്കുന്നുണ്ടായിരുന്നു. കം ഓൺ തരുൺ, റൺ. തരുണിനോട് ഓടാൻ പറഞ്ഞുകൊണ്ട്. ആൻഡ് സോ ഹി ഗോട്ട് അപ്പ് എ തേർഡ് ടൈം. ദിസ് 12-year-old determined boy who was last on the track got up and ran with all the strength he had. അങ്ങനെ മൂന്നാമത്തെ തവണയും തരുൺ എഴുന്നേറ്റു. 12 വയസ്സ് പ്രായമുള്ള ദൃഢനിശ്ചയമുള്ള ഈ കുട്ടി ട്രാക്കിൽ അവസാനത്തെ ആളായിരുന്നിട്ട് പോലും ഒന്നുകൂടെ എഴുന്നേറ്റ് വീണ്ടും എല്ലാ കരുത്തും ഉപയോഗിച്ച് മുന്നോട്ട് ഓടി. The crowd was cheering for Pawan, the boy who had won the race. അവിടെയുണ്ടായിരുന്ന ക്രൗഡ്, ആൾക്കൂട്ടം, പവൻ എന്ന് പറയുന്ന കുട്ടിയെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തു, അഭിനന്ദിച്ചു. ആ കുട്ടിയാണ് മത്സരത്തിൽ വിജയിച്ചിരുന്നത്. But to Tarun's surprise, there was a louder applause when he crossed the finishing line last. പക്ഷേ തരുണിനെ ശരിക്കും സർപ്രൈസ് ചെയ്യിച്ച ഒരു കാര്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, അവസാനം അവൻ ഫിനിഷ് ചെയ്യുമ്പോൾ, തരുൺ ഫിനിഷ് ചെയ്യുമ്പോൾ ആ ഗാലറിയിൽ നിന്നും ഒരു വലിയ അപ്ലോസ് തന്നെ, ഒരു വലിയ കയ്യടി തന്നെ തരുണിന് കിട്ടിയെന്നുള്ളതാണ്. The audience cheered for his determination and his valor for never giving up. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഓഡിയൻസും തരുൺ എന്ന് പറയുന്ന ഈ കുട്ടിയുടെ ഡിറ്റർമിനേഷനെയും വാലറിനെയും, അതായത് ധീരതയെയും ശരിക്കും അഭിനന്ദിച്ചു, ചിയർ ചെയ്തു. He bowed his head with shame and said to Ramnarayan, I am sorry sir, I lost. നാണക്കേട് തോന്നി തല താഴ്ത്തിക്കൊണ്ട് തരുൺ ഇങ്ങനെ പറഞ്ഞു, ഐ എം സോറി സാർ, ഐ ലോസ്റ്റ്. ഞാൻ മത്സരത്തിൽ തോറ്റു, എന്നോട് ക്ഷമിക്കണം സാർ. രാംനാരായണനോട് തരുൺ ഇങ്ങനെ പറഞ്ഞു. നോ സൺ, ടു മീ യു ഹാവ് വൺ ദ ടഫസ്റ്റ് റേസ്, ദ റേസ് ഓഫ് യുവർ ലൈഫ്. യു ഗോട്ട് അപ്പ് ആൻഡ് സ്റ്റാർട്ടഡ് എ ഫ്രഷ് ഈച്ച് ടൈം യു ഫെൽ. യു ആർ എ റിയൽ ലൈഫ് ഹീറോ. യുവർ ട്രെയിനിങ് സ്റ്റാർട്ട്സ് ടുമോറോ. ഇത് കേട്ട രാംനാരായൺ ഇങ്ങനെ മറുപടി പറഞ്ഞു, സൺ, ജീവിതത്തിലെ ഏറ്റവും ടഫസ്റ്റ് റേസ് നീ വിജയിച്ചിട്ടുണ്ട്. ഓരോ തവണ നീ വീണപ്പോഴും നീ എഴുന്നേറ്റു മുന്നേറിക്കൊണ്ടേയിരുന്നു. നീ ശരിക്കും ഒരു റിയൽ ലൈഫ് ഹീറോ തന്നെയാണ്. നിൻ്റെ ട്രെയിനിങ് നാളെ മുതൽ ആരംഭിക്കും. തരുൺ കുഡ് നോട്ട് ബിലീവ് ഹിസ് ഇയേഴ്സ്.
Tears filled his eyes again. തരുണിന് ശരിക്കും വിശ്വസിക്കാനേ കഴിഞ്ഞില്ല രാംനാരായണൻ്റെ ഈ വാക്കുകൾ. അവൻ്റെ കണ്ണുകൾ വീണ്ടും നിറയാനായിട്ട് തുടങ്ങി. He smiled at his mother, who hugged him and said, "You are the best son in the world." അമ്മയെ നോക്കി പുഞ്ചിരിച്ച തരുണിനെ അമ്മ ഹഗ് ചെയ്തുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, "യു ആർ ദ ബെസ്റ്റ് സൺ ഇൻ ദ വേൾഡ്." ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സൺ നീയാണെന്ന്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ സ്റ്റോറി. താങ്ക് യു ഫോർ ലിസണിങ് ദിസ് ഇൻസ്പയറിംഗ് സ്റ്റോറി. Hope you enjoyed this video and see you in the next class. Bye bye.